സ്നേഹം നിറഞ്ഞ നന്മ മാത്രം ആഗ്രഹിക്കുന്ന അമലോത്ഭവയുടെ നിസ്സസ്മൃതി എന്ന പരിപാടിയുടെ രണ്ടാം ഭാഗത്തേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ക്രിസ്മസിനോട് വളരെയധികം അടുത്തു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും നമ്മൾ വ്യാപൃതരാവേണ്ടവരായിരുന്നു. എന്നാൽ ഈ കൊറോണ കാലഘട്ടം അതിനൊക്കെ പലതരത്തിലും തടസ്സം ആയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ചെലവ് ചുരുക്കാൻ സാധിച്ചു എന്നൊരു ഉത്തരമാണെങ്കിൽ അതൊരു നല്ല റെസ്പോൺസാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കാണുന്ന ക്രിസ്മസ് കൂട്ടിൽ ഔസപിതാവും മാതാവും ഉണ്ണീശോയും പിന്നെ ആട്ടിടയന്മാരും ആടുകളും പൂജരാജാക്കന്മാരും ഒക്കെ കാണും. 2019 ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയിട്ടുള്ള ഒരു അപ്പസ്തോലിക എഴുത്താണ് അഡ്മിറാബിലെ സിഗ്നം. അതായത് ദ ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു ദ നേറ്റിവിറ്റി സീൻ, ക്രിസ്മസ് ക്രിബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതിനകത്ത് മാർപ്പാപ്പ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സാധാരണ കൺവെൻഷൻ പ്രകാരം നിങ്ങൾ ക്രിബ് ഉണ്ടാക്കിക്കോളൂ, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെയും നിങ്ങൾക്ക് നന്നായി തോന്നുന്നവരെയും, ഉദാഹരണത്തിന് കുട്ടികൾ അവരുടെ കളിപ്പാട്ടമായിട്ടുള്ള ഒരു ചെറിയ കുരങ്ങൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇതായിട്ടുണ്ടെങ്കിൽ ഒരു സ്പൈഡർമാൻ, ഇതൊന്നുമല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് നല്ലതായി തോന്നുന്നവരെയും നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നവരെയും ആ ക്രിസ്മസ് ക്രിബിൽ നമുക്ക് അംഗങ്ങളാക്കാൻ സാധിക്കും. കാരണം പ്രത്യേകമായി എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലോകരക്ഷകന്റെ ജനനം ലോകത്തിൽ മൊത്തമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് അവിടെ മാർപ്പാപ്പ സൂചിപ്പിക്കുന്നത്. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിബുകളിൽ ഒരു പക്ഷേ ഒരു ബഹിരാകാശ സഞ്ചാരിയോ അതുമല്ലെങ്കിൽ നമ്മുടെ ഒരു മീൻ കൊട്ട ചുമന്നു വരുന്ന ഒരു ചേട്ടൻ്റെയോ ചെറിയ ചെറിയ രൂപഭാവങ്ങൾ വയ്ക്കുന്നത് കാലത്തിനനുസൃതമായി മാറുന്നതിനോട് തടസ്സമല്ല. അതൊരു യഥാസ്ഥിതിക ചിന്തയിൽ നിന്ന് മാറ്റിയെടുക്കുന്നത് നല്ലതാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ യേശുവിൻ്റെ മനുഷ്യാവതാരം, ഇൻകാർണേഷൻ, ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ഉത്ഭവിച്ചു എന്നതിനെ ഇൻകാർണേഷൻ എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് വലിയ ആളുകൾ വലിയ വലിയ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നിങ്ങളെല്ലാവർക്കും അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും സുപരിചിതമായിരിക്കും, പ്രത്യേകിച്ച് വേദോപദേശം പഠിപ്പിക്കുന്നവർക്ക്. അതിലെ 457 വാക്യം മുതൽ 4 ഭാഗം അങ്ങോട്ട് പറയുന്നത് എന്തിനു വേണ്ടി യേശു ഭൂമിയിൽ ജാതനായി, ദൈവവുമായി നമ്മെ രഞ്ജിപ്പിച്ച് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി. പിന്നീട് പറയുന്നത് നാം ദൈവത്തിൻ്റെ സ്നേഹവും ഗ്രഹിക്കുവാൻ വേണ്ടി. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ വിശുദ്ധിയുടെയും മാതൃകയും ആയിരിക്കുന്നതിന് വേണ്ടി വചനം മാംസമായി തീർന്നു. ഒടുവിലത്തെ ഭാഗത്ത് ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗഭാക്കുകളാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ 4 ഭാഗങ്ങളായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇത് മുമ്പ് കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അധിഷ്ഠിതമായിട്ട് പറയുന്ന എന്തുകൊണ്ട് ദൈവം മനുഷ്യരൂപത്തിൽ നമ്മളെ സന്ദർശിച്ചു എന്നുള്ളതാണ്. അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതാണ് ക്രിസ്മസ്. അതിൻ്റെ കാരണം യോഹന്നാൻ തന്നെ 3:16 പറയുന്നുണ്ട്. ദൈവം സ്വപുത്രനെ
ലോകത്തിലേക്ക് നൽകുവാൻ മാത്രം നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സാരം. നമുക്കറിയോ, നമ്മുടെ ബൈബിളിൽ 27 പുസ്തകങ്ങളുള്ള പുതിയ നിയമത്തിൽ രണ്ട് സുവിശേഷകന്മാർ മാത്രമാണ് ക്രിസ്മസിനെ കുറിച്ച് വിവരണങ്ങൾ നമുക്ക് നൽകുന്നത്. അതും മത്തായി സുവിശേഷകനും ലൂക്കാ സുവിശേഷകനും. ഇവരുടെ സുവിശേഷ വിവരണങ്ങളിൽ തന്നെ വളരെ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ട് താനും. കാരണം വിശുദ്ധ മത്തായി പറയുന്നത്, അല്ലെങ്കിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, യേശുവിൻ്റെ മാതാപിതാക്കളായിരുന്ന മേരിക്കും ജോസഫിനും ബെത്ലഹേമിൽ ഒരു ഭവനമുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അവർ പ്രസവിക്കുന്നതും പൂജ്യരാജാക്കന്മാർ ഉണ്ണീശോയെ ദർശിക്കാൻ വരുന്നതും തുടർന്ന് ഹെറോദോസ് രാജാവ് 2 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെ കൊന്നുകളയുന്നതും മറ്റും സൂചിപ്പിക്കുന്നത്. അതിനുശേഷം ഹെറോദോസിന്റെ മരണശേഷം യൂദയ ഭരിക്കുന്നത് അർക്കലാവോസ് ആയതുകൊണ്ട് ബെത്ലഹേമിലേക്ക് തിരിച്ചു പോവാതെ ജോസഫ് മറിയത്തെയും ഉണ്ണിയെയും കൂട്ടിക്കൊണ്ട് നസ്രത്തിലേക്ക് പോയി. ലൂക്കായുടെ സുവിശേഷം നേരെ മറിച്ചാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലൂക്ക പറഞ്ഞു വരുന്നത്, യേശു നസ്രത്തിൽ അവർക്കൊരു വീടുണ്ടായിരുന്നു എന്ന നിലയ്ക്കാണ്. സെൻസസിൻ്റെ ആവശ്യത്തിന് വേണ്ടി, റോമൻ ആ കാലഘട്ടത്തിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ തങ്ങളുടെ നാടായ ബെത്ലഹേമിലേക്ക് പോയി സെൻസസിൽ പങ്കെടുക്കുന്നു. അവിടെ അവർക്ക് സത്രത്തിൽ മുറി കിട്ടാതെ വരുന്നു. അവര് പുൽത്തൊട്ടിയിൽ ഉണ്ണിയേശുവിനെ പ്രസവിക്കുന്നു. ഇവിടെ പൂജ്യരാജാക്കന്മാർക്കോ അല്ലെങ്കിൽ ഹെറോദോസിന്റെ ഹീനപ്രവൃത്തിക്കോ ഒരു സ്ഥാനവും ഇല്ല. ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, അതും നമ്മുടെ കത്തോലിക്ക സഭയുടെ ഗ്രന്ഥത്തിൽ? ഫ്രാൻസിസ്കൻ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു, ഫ്രാൻസിസ് ഗ്രേസ്യോയിൽ പോയിട്ട് അവിടെ ജീവനുള്ള വ്യക്തികളെ കൊണ്ട് പുൽക്കൂട് സ്ഥാപിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഗ്രേസ്യോയിൽ പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നു. അവിടുത്തെ പള്ളിയോട് ചേർന്ന് വലിയ ഒരു കെട്ടിടത്തിൽ പല ലോകരാജ്യങ്ങളിൽ നിന്നുമുള്ള അതാത് രാജ്യങ്ങളിലെ വേഷവിധാനങ്ങളോട് കൂടിയിട്ടുള്ള പുൽക്കൂട് അവിടെ ഉണ്ട്. പക്ഷെ അതിൽ രസകരമായൊരു ഭാഗം, ഇന്ത്യയുടേതായിട്ട് ഒരു പുൽക്കൂട് അവിടെ കണ്ടില്ല. എന്തായാലും ഫ്രാൻസിസ്കൻ വിശുദ്ധരും ഫ്രാൻസിസും പ്രത്യേകമായി യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൽ കാണുന്നത് 3 കാര്യങ്ങളാണ്. ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ച് കിട്ടുന്ന 3 കാര്യങ്ങൾ: പോവർട്ടി, സിംപ്ലിസിറ്റി ആൻഡ് ഹ്യൂമിലിറ്റി. ദാരിദ്ര്യം, ലാളിത്യം, അതുപോലെ തന്നെ എളിമ. ഈ 3 കാര്യങ്ങളാണ് വളരെ പ്രസക്തമായി അവിടെ കാണുന്നത്. ദൈവം മനുഷ്യനായി രൂപാന്തരപ്പെടുന്ന അവസ്ഥ. ഇതില് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ പാപപരിഹാരത്തിനർത്ഥം ദൈവം ഭൂമിയിലേക്ക് വന്നു, ശരി തന്നെ. എന്നിരുന്നാലും ഫ്രാൻസിസ്കൻ പണ്ഡിതരും വിശുദ്ധരുമായിട്ടുള്ള വിശുദ്ധ ഡൺ സ്കോട്ടസ്, ബൊനവെഞ്ചറെ എന്നവർ പറയുന്നത്, ഈ കാരണമില്ലെങ്കിൽ പോലും മാനവരാശിയോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം ദൈവം നമ്മളെ കാണാൻ വന്നേനെ എന്നുള്ളതാണ്. എത്ര മനോഹരമായ സ്നേഹം! സ്നേഹം തന്നെയാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. സ്നേഹിക്കുക, ഉള്ളു തുറന്ന് എല്ലാ മനുഷ്യരെയും ശുദ്ധമായ മനസ്സോടുകൂടി സ്നേഹിക്കുക. ഫ്രാൻസിസ് തൻ്റെ ജീവിത കാലഘട്ടത്തിൽ എഴുത്തുകാര്, ഫ്രാൻസിസിന്റെ ബയോഗ്രഫി എഴുതിയിട്ടുള്ളവര് 3 സമയങ്ങളിൽ ഫ്രാൻസിസിനെ നഗ്നനായി പറയുന്നുണ്ട്. ഒന്ന്, മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന്
വരുന്ന സമയം, 2 ഗൈഡോ ബിഷപ്പിൻ്റെ അവിടെ വെച്ച് സ്വന്തം പിതാവിന് സ്വവസ്ത്രങ്ങളെല്ലാം ഊരിക്കൊടുക്കുന്ന സമയം, 3-മതായി മരണസമയത്ത് എല്ലാം മാറ്റിവെച്ച് എന്നെ തറയിൽ കിടത്തണമേ എന്ന് പറഞ്ഞ് തറയിൽ കിടക്കുന്ന സമയം. എനിക്കിവിടെ എടുത്തു പറയാനുള്ളൊരു സംഭവം, ഈ 3 സമയങ്ങളിലും ഫ്രാൻസിസ് നഗ്നനായിരുന്നു. സ്വന്തമായി വിശ്വാസം സംരക്ഷിക്കുന്നതിനും ദൈവത്തിൻ്റെ പാത പിൻചൊല്ലുന്നതിനും ലൗകികമായ കാര്യങ്ങൾ തടസ്സമാണ് എന്ന ഒരു തിരിച്ചറിവ്, അത് ദൈവത്തെ പിതാവായി അംഗീകരിക്കുക എന്നൊരു കർമ്മം. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് തൻ്റെ വേഷങ്ങൾ ഊരി പിതാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇനി സ്വർഗസ്ഥനായ പിതാവാണ് എൻ്റെ പിതാവെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇനി വിശ്വാസം പിൻചൊല്ലണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെയും കുട്ടികളെയും മാറ്റി വയ്ക്കണം എന്നല്ല, അവരോട് ചെയ്യേണ്ട കടമകൾ പൂർണ്ണമായി ചെയ്തുകൊണ്ട് അതിനും അപ്പുറത്തേക്കുള്ള ആവശ്യങ്ങളോ താല്പര്യങ്ങളോ ചിന്തകളോ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഏകീകൃത മനസ്സോടെ ദൈവത്തെ സമീപിക്കാൻ നമ്മുടെ പുറംചട്ടകൾ മാറ്റിയേ തീരൂ. ഈ ഫ്രാൻസിസും യേശുവുമായിട്ടുള്ള സാമ്യം പല ആളുകളും തങ്ങളുടെ രചനകളിൽ ഭാഗമാക്കിയിട്ടുണ്ടെങ്കിലും ബർത്തലോമിയോ ഓഫ് പിസ എന്ന എഴുത്തുകാരൻ, ഫ്രാൻസിസ്കൻ എഴുത്തുകാരൻ, 40ഓളം കാര്യങ്ങൾ കൺഫർമിറ്റി ഓഫ് ഫ്രാൻസിസ് അസീസി വിത്ത് ദാറ്റ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന ഒരു പുസ്തകം രചിച്ചിരുന്നു. അതിൽ 40 കാര്യങ്ങളിൽ യേശു എപ്രകാരമായിരുന്നു, ആ 40 കാര്യങ്ങളിൽ ഫ്രാൻസിസ് എപ്രകാരമായിരുന്നു എന്നുള്ളത് എടുത്തു കാണിക്കുന്നുണ്ട്. അത് ഒരു ധ്യാന വിഷയമാക്കാവുന്ന നല്ലൊരു ധ്യാനമാണ്. അത് പക്ഷേ അടുത്ത കാലഘട്ടത്തിൽ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ശ്രമിക്കാം. ഇനി ഒരു വിശേഷം എടുത്തു പറയാനുള്ളത്, നിങ്ങളിൽ കുറേ പേരെങ്കിലും കേട്ട് കാണും ഫ്രാൻസിസിൻ്റെ ജനനത്തെ പറ്റിയിട്ട്. മാതാവ് പൈക്ക ഗർഭിണിയായി പ്രസവ സമയം അടുത്തപ്പോൾ ഭർത്താവ് ഫ്രാൻസിലായിരുന്നു. ആ സമയത്ത് മാതാവ് പൈക്കയ്ക്ക് ഗർഭിണിയായതിനു ശേഷവും പ്രസവം നീണ്ടു പോകുമ്പോൾ അവരുടെ കൊട്ടാരതുല്യമായ വീട്ടിലേക്ക് ഒരു ഭിക്ഷു എന്ന് ചിലരും ഒരു ഭിക്ഷാടകൻ എന്ന് വേറെ കുറേ പേരും വിശേഷിപ്പിക്കുന്ന ഒരു ഭിക്ഷാടകൻ അവിടെ എത്തി പൈക്കയോട് പറയുകയുണ്ടായിത്രേ, നിങ്ങൾ അടുത്തുള്ള കാലിത്തൊഴുത്തിൽ പോയി കിടന്ന് പ്രസവിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് സമാധാനപരമായൊരു സുഖപ്രസവം ഉണ്ടാവും, നിങ്ങൾക്ക് നല്ലൊരു ആൺകുഞ്ഞിനെ ലഭിക്കും. ഒരുപാട് കാരണങ്ങൾ ഫ്രാൻസിസിനെ 2ാം ക്രിസ്തുവാക്കി നമ്മുടെ മുൻപിൽ എത്തിക്കുന്നു. ഇനി എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ക്രിസ്മസ് സമ്മാനമാണ്. ഇത് ശ്രദ്ധിക്കണം. ഫെബ്രുവരി മാസം 2020 ഇന്ത്യയിൽ കേരളത്തിൽ നിന്നാണ് ആദ്യമായിട്ട് കോവിഡ് വന്നത്. അത് വന്ന സമയത്ത് വളരെ ജാഗരൂകരായിരുന്നു നമ്മൾ മാസ്ക് ഇടാൻ പഠിച്ചു. അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ എന്നൊരു കർമ്മം നമ്മൾ പഠിച്ചു. സോഷ്യൽ ഡിസ്റ്റൻസിങ് 2 മീറ്റർ, സാമൂഹിക അകലം 2 മീറ്റർ എന്നും പഠിച്ചു. അങ്ങനെ കാലം കുറേ കടന്നുപോയി. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് പിണറായി വിജയൻ സാറ് പറഞ്ഞു തരുന്ന കേരളത്തിൽ എത്ര പേർക്ക് കൊറോണ വന്നു, എത്ര പേര് ഏതെല്ലാം ജില്ലകളിൽ എത്ര വന്നു എന്നൊക്കെ നമ്മൾ ഒരു ആന്തലോട് കൂടി കേട്ടു. 100 പേര് കേരളത്തിൽ ആകുന്നതും 1000 ആകുന്നതും ഒക്കെ കേട്ടു. ഞാൻ പറഞ്ഞല്ലോ കാലം കുറെ കടന്നു പോയിന്ന്. ഇന്ന് 6 മണിയുടെ ന്യൂസ് കാണുന്നവര് വിരലിലുണ്ടാവുന്നവർ പോലും ഉണ്ടാവില്ല. കാരണം മനുഷ്യ പ്രകൃതിയാണ്
ഒരവസ്ഥ കുറേ നാൾ നീണ്ടു നിൽക്കുമ്പോൾ അത് നമ്മളെ രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ എന്ത് ചെയ്താലും അതിനെ ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ പെരുമാറാനുള്ളൊരു താല്പര്യം. കൊറോണ പോയതുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാം മെച്ചപ്പെട്ടത് കൊണ്ടോ അല്ല. വാക്സിനേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, വാക്സിൻസ് ഉണ്ട്. എന്നാൽ ഈ വാക്സിൻ ഉണ്ടാക്കി വരുന്നതിനുള്ള സമയം, അതിൻ്റെ മെഡിക്കൽ രീതിയിലുള്ള ടെസ്റ്റിംഗ് എല്ലാം വളരെ ഫാസ്റ്റ് ട്രാക്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവയുടെ എഫിക്കസി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനിയൊരു ചെറിയൊരു സത്യം, കൊറോണ ഒരിക്കൽ പോസിറ്റീവായി വന്നു പോയവർ നെഗറ്റീവായി കഴിഞ്ഞാലും അവർക്ക് വളരെയധികം ചാൻസുകളുണ്ട് ഹൃദയത്തിനകത്ത് കാർഡിയോമയോപ്പതി, അതായത് ഹൃദയത്തിൻ്റെ ഫംഗ്ഷനെ ബാധിക്കുന്ന ഒരു തരം അസുഖം, അതുമല്ലെങ്കിൽ അവർക്ക് വരാവുന്നതായിട്ടുള്ളത് തലയുടെ അകത്ത് സെറിബ്രൽ മൾട്ടിപ്പിൾ എന്യൂറിസംസ്, ചെറിയതായിട്ടുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള രക്തധമനികൾക്ക് വരുന്ന മാറ്റം, ഏർലിയർ ലിവർ സിറോസിസ്, സാധാരണ യിലും വിട്ട് ലിവർ സിറോസിസ് വരാനുള്ള സാധനങ്ങൾ എന്നിങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് കൊറോണ പിടിപെടാതിരിക്കാൻ ശ്രമിക്കുക. പിടിപെട്ട് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ പോലും നമ്മളുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും അനുസരിച്ച് അത് വലിയ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ്. രണ്ടാമത്തെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു സംഭവം, നമ്മുടെ മാസ്ക് മൂക്കും വായയും കവർ ചെയ്യുന്നതിനായിരുന്നു. സമയം മാറിയപ്പോൾ മൂക്കിനും വായയ്ക്കും താഴെ അത് ഒരു മാലയുടെ രൂപത്തിലേക്കായി. നമ്മൾ പിന്നീടുണ്ടായ ഒരു സംഭവം, കൈ കഴുകുക എന്ന് പറയുന്നത് പേരിന് മാത്രമായൊരു പ്രകൃതിയായി സാമൂഹിക അകലം 2 മീറ്ററിൽ നിന്ന് 1 മീറ്ററുമായി. അതുപോലെ കൊറോണ വരുന്നവരുടെ ക്വാറന്റൈൻ സമയം ആദ്യം 14 ദിവസം വെച്ചു, പിന്നീട് 10 ആക്കി, ഇപ്പം 7 ആക്കി. പക്ഷെ കൊറോണയ്ക്ക് ഇതൊക്കെ അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. മാത്രം ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഈ കൊറോണ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ആദ്യം മുണ്ടും ഷർട്ടും ഇട്ടിട്ടുള്ള ഒരു കൊറോണ വന്നു, നമ്മളിൽ നമ്മുടെ ആഗ്രഹപ്രകാരമല്ലാതെ നമ്മളിൽ ജീവിച്ചു പോയി. പിന്നെ പാൻറ്റും ടൈയും കോട്ടും ഇട്ടൊരു കൊറോണ വന്നു, അതും നമ്മളിൽ പടരും. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, കൊറോണ മ്യൂട്ടേഷനിലൂടെ ഒരിക്കൽ കൊറോണ കിട്ടിയ വ്യക്തിക്ക് വീണ്ടും കൊറോണ കിട്ടേണ്ടിയിരിക്കുന്നു. ഈ ക്രിസ്മസ് കാലത്തും തുടർന്ന് വരുന്ന പുതുവത്സര കാലത്തും നമ്മൾ ജാഗ്രത കൂട്ടേണ്ടിയിരിക്കുന്നു. രോഗികളുടെ മധ്യസ്ഥനായ ഔസേപിതാവിന് സമർപ്പിച്ചിട്ടുള്ള ഈ വർഷത്തിൽ, ഈ ക്രിസ്മസിൻ്റെ നല്ല വേളയിൽ നമുക്ക് നമ്മുടേതായ ജാഗ്രത കൂട്ടാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കൂടെ സ്മരിക്കണം. താങ്ക് യു.